ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡിലനായിട്ടുള്ള നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങയൊന്നും അരക്കാതെ കടലയൊന്നും അരക്കാതെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റില്ല നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രാത്രിയിൽ കടലക്ക നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി തന്നെ കുതിർത്തി വെക്കാം കേട്ടോ. രാവിലെ കടലക്കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു വലിയ തക്കാളിയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കടലക്കറി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലാണ് കേട്ടോ. കുക്കറിലോട്ട് 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ പിന്നെ നമ്മൾ വാർത്തിട്ട് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വാർത്തിടൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു വലിയ സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ചെറിയ സവാള ആണെങ്കിൽ 2 സവാള എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വലിപ്പമുള്ള സവാള ആയതുകൊണ്ടാണ് ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് നമുക്ക് സവാളയൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ നന്നായിട്ട് അടക്കുന്നൊന്നുമില്ല. ഇതേപോലെ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുക്കർ അടച്ചിട്ട് വിസിലൊന്നും വരുത്തിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ സവാള ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു സമയം തീ ലോ ഫ്ലെയിമിലായി കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇറച്ചി മസാല കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂട്ടി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ വറുത്തെടുക്കില്ല, ആ ഒരു രൂപത്തിൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ മസാല വറുത്തെടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു തക്കാളിയാണ് കേട്ടോ. ഈ ഒരു തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. തക്കാളി കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം അതുപോലെ തന്നെ കുക്കറൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം അങ്ങ് വെന്തുടഞ്ഞ് വരുമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു രൂപത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
ഈ ഒരു രൂപത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ലേ ആ ഒരു കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും കടല ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ഈ മസാലയൊക്കെ ഈ കടലക്കൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടില്ല ആ ഒരു മസാല പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കടലക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലൊക്കെ കുറച്ചൊന്ന് ചൂടായതല്ലേ, അപ്പോൾ ചൂടായ കടലയിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കടലയുടെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ 5 വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിസിലൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ കടലയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ സവാളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരും കേട്ടോ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ. എന്നിട്ട് നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരണം. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറിക്ക് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. മല്ലിയില നമ്മൾ ബീഫ് കറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിന് കൊടുക്കും കേട്ടോ. അങ്ങനെ മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ട് നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ കിടിലനാണ്. നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയാണിത്. ഈ ഒരു കടലക്കറിയിൽ തേങ്ങ അരച്ച് ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ കടലക്കയൊന്നും അരച്ച് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു കടലക്കറിയാണിത്. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറിയാണിത്. ഈ ഒരു കടലക്കറി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.